നിങ്ങളുടെ വീട്ടിലെ അതിഥികൾക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പുന്ന ഏറ്റവും നല്ല പാത്രത്തിലാണ്. പക്ഷെ ആ പാത്രം മേശപ്പുറത്ത് വരാൻ കാരണം ഒരടുക്കള പാത്രം കിടപ്പുണ്ട്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ നടുവിൽ മറഞ്ഞിരുന്ന് കരയുന്ന ദൈവദാസന്മാരുടെ ഭാര്യമാരുണ്ട്. ഞാൻ പറയും, ഒരു അഭിഷക്തൻ 1000 കിലോമീറ്റർ അകലെ നിന്ന് പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം ആ സ്റ്റേജിൽ ശോഭിക്കുവാൻ സ്റ്റേജിൽ കുഞ്ഞുവായിൽ മുട്ടുകുത്തിയിരുന്ന് കരയുന്ന ഒരു ദൈവദാസിയുടെ കണ്ണുനീരിന്റെ ശക്തിയുണ്ട്. അവരെ ആരും കാണില്ല. ഈ സ്ഥലമാറ്റമൊക്കെ വരുമ്പം ഒരു അപ്രീഷിയേഷൻ പോലും ആരും പറയില്ല. ഞാൻ ഏത് ലോകത്തായിരുന്നാലും ആ സമയം നോക്കി എൻ്റെ ഞങ്ങളുടെ ബെഡ്റൂമിൽ മുട്ടുകുത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവളുണ്ട്. ലോകത്തൊരിടത്തോടെ പേര് പോലും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്നേക്കാൾ പ്രതിഫലം ദൈവം കൊടുക്കും. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയാൻ, കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്നെ ഇവിടെ ആരും കാണുന്നില്ലെങ്കിലും നിന്റെ കണ്ണുനീർ അനേക മാനപാത്രങ്ങളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. ശക്തിയോടെ